സർ, ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി പാലിച്ചുകൊണ്ടുള്ള ഒരു പുതിയ പ്രവർത്തന ശൈലിയുമായി നമ്മുടെ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർ, തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കും എന്നുള്ളതായിരുന്നു. സർ, അത് സമയബന്ധിതമായി നടപ്പാക്കാൻ വേണ്ടിയുള്ള ദ്രുതഗതിയിലുള്ള നടപടികളുമായി KSRTCയും ഗവൺമെന്റും മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് പ്രവൃത്തി പഥത്തിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. സർ, ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശം അല്ലെങ്കിൽ ഒരു ആനുകൂല്യം അത് കേരളത്തിലെ സ്ത്രീകൾക്ക് മുഴുവനായി ലഭ്യമാവണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ അത് കേരളത്തിലെ എല്ലാ മേഖലയിലുമുള്ള സ്ത്രീകൾക്ക് ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. സർ, അതിനായി ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം KSRTC എന്ന് പറയുന്ന നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തിന് കേരളത്തിലെ 14 ജില്ലകളിലും എല്ലാ പ്രദേശങ്ങളിലും സമാനമായ രീതിയിലുള്ള കവറേജും ആ നിലയിലുള്ള സാന്നിധ്യവും ഉണ്ടാകുക എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. സർ, പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ ജില്ലകൾ, മലബാർ ജില്ലകൾ എന്ന് നമ്മൾ പറയുന്ന ജില്ലകൾ പല കാര്യങ്ങളിലും സംസ്ഥാന ശരാശരിയേക്കാൾ കുറഞ്ഞ വികസന അനുഭവങ്ങൾ ഉള്ള ജില്ലകളാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. സർ, കഴിഞ്ഞ 10 വർഷമായി വടക്കൻ ജില്ലകളിൽ നിന്നാണ് കേരളത്തിന്റെ ഭരണ നേതൃത്വം ഉണ്ടാകുന്നത്. പക്ഷെ എന്നാൽ പോലും ഈ റീജിയണൽ ഇംബാലൻസ് ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പൊതുഗതാഗത സംവിധാനങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല സർ, എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. സർക്കാർ ഓഫീസുകളുടെ സാന്നിധ്യം എടുത്തു നോക്കിയാൽ, ആശുപത്രികളുടെ എണ്ണം എടുത്തു നോക്കിയാൽ, ഹയർ സെക്കൻഡറിയുടെ സീറ്റുകളുടെ എണ്ണം എടുത്തു നോക്കിയാൽ, നമ്മുടെ PWD റോഡുകളുടെ ലെങ്ത് എടുത്തു നോക്കിയാൽ, ആ റോഡുകളിൽ എത്ര എണ്ണം BMNDC ചെയ്ത് ഉന്നത നിലവാരത്തിലെത്തിയിട്ടുണ്ട് എന്ന് എടുത്തു നോക്കിയാൽ, ഇതിലൊക്കെ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളും പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ ജില്ലകളും തമ്മിൽ വലിയൊരു അന്തരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സർ, കേരള പിറവിക്ക് ശേഷം 65 വർഷം കഴിഞ്ഞിട്ടും ഈ റീജിയണൽ ഇംബാലൻസ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് അതീവ ഗുരുതരമായിട്ടുള്ള ജനാധിപത്യ പ്രശ്നമായി തന്നെ നമുക്ക് കാണാൻ കഴിയേണ്ടതായിട്ടുണ്ട്. സർ, KSRTCയുടെ തന്നെ കാര്യം എടുത്തു നോക്കിയാൽ KSRTCക്ക് 28 ഡിപ്പോകൾ കേരളത്തിലുള്ളതിൽ വടക്കൻ ജില്ലകളിൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ 5 ഡിപ്പോകളാണുള്ളത്. സർ, സബ് ഡിപ്പോകൾ 41 എണ്ണമാണ് KSRTCക്ക് ഉള്ളത്. എന്നാൽ വടക്കൻ ജില്ലകളിലുള്ളത് വെറും 8 എണ്ണം മാത്രമാണ്. ബാക്കി 33 എണ്ണവും 7 ജില്ലകളിലാണ്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ 8 എണ്ണം മാത്രമാണുള്ളത്. സർ, ഓപ്പറേറ്റിംഗ് സെന്ററുകൾ KSRTCക്ക് 18 എണ്ണമാണ് ആകെയുള്ളത്. അത് വെറും 4 എണ്ണം മാത്രമാണ് ഈ വടക്കൻ ജില്ലകളിലുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ അടിയന്തരമായ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വടക്കൻ ജില്ലകളിലേക്ക് കൂടുതൽ KSRTC ഡിപ്പോകൾ അനുവദിക്കണം. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന MLA മാർ സാധാരണഗതിയിൽ 1-2 ബസ് ഷെഡ്യൂളുകൾക്ക് വേണ്ടി ആവശ്യം ഉന്നയിക്കാറുണ്ട്. സർ, അത് പോരാ. വടക്കൻ ജില്ലകളിൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ കൂടുതൽ ഡിപ്പോകൾ അനുവദിക്കണം. അവിടെ നിന്ന് കൂടുതൽ ഷെഡ്യൂളുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കണം. ഗ്രാമങ്ങളിലേക്ക് KSRTC കടന്നു ചെല്ലണം. അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്ക് ആ KSRTCയിലെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വനിതകൾക്ക് ദിവസവും ജോലിക്ക് പോകാനും വരാനും കഴിയുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവണം. സർ, ഇത് അടിയന്തരമായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടണമെന്ന് ഈ സഭയുടെ മുമ്പാകെ ഞാൻ ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഇക്കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ധാരണയുള്ള ആളാണ്. അദ്ദേഹം ഒരു പ്ലാനിംഗ് വിദഗ്ധൻ കൂടിയാണ്. ഇത്തരത്തിൽ അസന്തുലിതാവസ്ഥ നിലനിന്നാലുള്ള ദൂരവ്യാപകമായിട്ടുള്ള ഭവിഷ്യത്തുകൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്ന ആളാണ്. സർക്കാരിന്റെ നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിക്ക് അടക്കം ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാവും എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമായ ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെയുള്ള സൗജന്യ ബസ് യാത്ര എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും പ്രയോജനകരമാകുന്ന തരത്തിൽ KSRTC കൂടുതൽ വടക്കൻ ജില്ലകളിലേക്ക് കടന്നു ചെല്ലണം. അവിടെ സാന്നിധ്യം ഉറപ്പിക്കണം. കൂടുതൽ ഷെഡ്യൂളുകൾ ഓപ്പറേറ്റ് ചെയ്യണം. കൂടുതൽ ഡിപ്പോകളും സബ് ഡിപ്പോകളും ഓപ്പറേറ്റിംഗ് സെന്ററുകളും ആ പ്രദേശങ്ങളിൽ ഉണ്ടാവണം എന്നുള്ളത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സർ, എന്റെ നിയോജക മണ്ഡലമായ തൃത്താല അടക്കം വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അവിടെ ഒരു ഇത്തരത്തിലുള്ള സബ് ഡിപ്പോയോ അനുവദിക്കുകയാണെങ്കിൽ ഒരുപാട് ഷെഡ്യൂളുകൾ ആ നിലയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് അടക്കം നിരവധി യാത്രികർ പോകുന്നുണ്ട്. അവർക്കൊന്നും ഗതാഗത സംവിധാനമില്ല. അതുകൊണ്ട് 1-2 ബസ് റൂട്ടുകൾ പോരാ. അവിടെ അടക്കം തൃത്താലയടക്കം പട്ടാമ്പി പോലുള്ള സ്ഥലങ്ങളടക്കം പരിഗണിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയ്ക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണന കൂടി നൽകിക്കൊണ്ട് കൂടുതൽ KSRTC ഡിപ്പോകൾ അനുവദിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ അനിവാര്യതയിലേക്കാണ്
എനിക്ക് ഈ സഭയുടെ ശ്രദ്ധ ക്ഷണിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അക്കാര്യത്തിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം അടിയന്തരമായി കൈക്കൊള്ളണം എന്നുള്ള അഭ്യർത്ഥന കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ് സർ. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി. സർ, തൃത്താല മെമ്പർ വി.ടി. ബൽറാം ഉന്നയിച്ച പ്രശ്നം വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. മലബാർ എന്നറിയപ്പെടുന്ന പാലക്കാട് മുതൽ ഭാരതപ്പുഴയ്ക്ക് വടക്കോട്ടുള്ള പ്രദേശങ്ങളിൽ KSRTC ബസ്സുകൾ താരതമ്യേന കുറവാണ്. ആകെ 5765 ബസ്സുകളുള്ളതിൽ 1406 ബസ്സുകളാണ് ആ പ്രദേശത്തുള്ളത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി. സർ, തൃത്താല മെമ്പർ വി.ടി. ബൽറാം ഉന്നയിച്ച പ്രശ്നം വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. മലബാർ എന്നറിയപ്പെടുന്ന പാലക്കാട് മുതൽ ഭാരതപ്പുഴയ്ക്ക് വടക്കോട്ടുള്ള പ്രദേശങ്ങളിൽ KSRTC ബസ്സുകൾ താരതമ്യേന കുറവാണ്. ആകെ 5765 ബസ്സുകളുള്ളതിൽ 1406 ബസ്സുകളാണ് ആ പ്രദേശത്തുള്ളത്. അതായത് 24.38%. സർവീസുകൾ ഇവിടെ നിന്നുള്ള സർവീസ് അവിടെയും വരുന്നവർ കൊണ്ട് കൂട്ടുകയാണെങ്കിൽ 33% സർവീസുകളാണ് ആ പ്രദേശത്തുള്ളത്. ആകെയുള്ള യൂണിറ്റുകളിലും ഏതാണ്ട് 25% തന്നെയാണ് ആ പ്രദേശത്തേക്കുള്ളത്. നമ്മുടെ അസംബ്ലി മണ്ഡലങ്ങളുടെ എണ്ണത്തിലും 60-80 എന്ന് നമുക്കറിയാം സാർ. അതുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ച വിഷയത്തിൽ ഗൗരവമുണ്ട് എന്ന് തന്നെയാണ് ഗവൺമെൻറ് കാണുന്നത്. KSRTCയുടെ പരിമിതികളും പരാധീനതകളും ഈ സഭയ്ക്ക് വളരെ വ്യക്തമായിട്ടറിയാം. എങ്കിലും KSRTCയുടെ സർവീസുകൾ ഇന്നത്തെ സാഹചര്യത്തിൽ സൗജന്യമായി നമ്മൾ സ്ത്രീകൾക്ക് യാത്രാ സൗകര്യം കൊടുക്കുന്ന സാഹചര്യത്തിൽ മലബാറിലേക്ക് എത്തിക്കണം എന്ന ആവശ്യം വളരെ കാതലുള്ളതാണ്. എന്നോട് സഭയിൽ മഞ്ചേശ്വരം അംഗം പറയുകയുണ്ടായി, മഞ്ചേശ്വരം താലൂക്കിൽ ഒരു സർവീസ് പോലും ഇല്ല എന്ന് പറയുകയുണ്ടായി. അത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അത്തരം സ്ഥലങ്ങളിൽ പുതിയ സർവീസുകൾ തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഈ ആനുകൂല്യം എന്താണെന്ന് ചില പ്രദേശങ്ങൾ അറിയാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതിന് ഗവൺമെൻറ് പരമാവധി ശ്രമിക്കും എന്ന് മാത്രമാണ് സഭയെ അറിയിക്കാനുള്ളത്. ചോദ്യം സർ, ബഹുമാനനായ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഏറ്റവും ഉചിതമായ അനുകൂല മറുപടിക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. എനിക്ക് സ്പെസിഫിക് ആയിട്ട് എടുത്തു ചോദിക്കാനുള്ളതും അങ്ങയുടെ ശ്രദ്ധയിൽ വീണ്ടും കൊണ്ടുവരാനുള്ളതും അല്ല, ഞങ്ങൾ ചെയ്തോളാം. ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ചോദിച്ചോളൂ. എനിക്ക് സ്പെസിഫിക് ആയി തന്നെ ചോദിക്കാനുള്ളത്, ഇങ്ങനെ വടക്കൻ ജില്ലകളിലേക്ക് അവിടെ കൂടുതൽ KSRTCയുടെ സാന്നിധ്യം വ്യാപിപ്പിക്കും, കൂടുതൽ ഫ്ലീറ്റുകൾ ആ പ്രദേശങ്ങൾ ഡിപ്ലോയ് ചെയ്യും എന്നൊക്കെ അങ്ങ് പറയുന്ന സാഹചര്യത്തിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഡിപ്പോ തൃത്താല കേന്ദ്രീകരിച്ച് ആരംഭിക്കാൻ സാധിക്കുമോ? അത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. ഏത് കാര്യവും പരിശോധിക്കാവുന്നതാണ്. പക്ഷേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലം മഞ്ചേശ്വരമാണെന്ന് കൂടെ അറിയിക്കുകയാണ്. അതിൽ തൃത്താലയുടെ കാര്യം ബഹുമാന്യനായ അംഗം പറഞ്ഞതും പരിശോധിക്കാം. കൂടുതൽ സർവീസുകൾ തുടങ്ങുന്നതിനെക്കുറിച്ച് KSRTCയുടെ ആരോഗ്യം മെച്ചപ്പെടുന്ന മുറയ്ക്ക് അത് വളരെ ഭംഗിയായി ചെയ്യാമെന്നാണ് സാർ പറയാനുള്ളത്.